ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആധാർ ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാനും ബയോമെട്രിക് ചെയ്യാനുണ്ടേ. അപ്പോൾ ആദ്യം പോയി വന്നായിരുന്നു. അപ്പോൾ 10th മാർക്സ് കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതെടുത്തിട്ട് പോവാണേ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ പാർക്കായിരുന്നു. പണ്ടൊക്കെ ലേക്കായിരുന്നു, ഇപ്പം മണ്ണൊക്കെ വെച്ച് പാർക്കാക്കി. ഈ ഒരു അമ്പലം കുറേ വർഷമായിട്ടോ പണിയാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡാണ്. അവിടെ കുറച്ച് കാറും ബൈക്കും ഉണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ ഇത് പുതിയ PG ആണ്. അപ്പോൾ അവിടെയൊക്കെ കരിമ്പ് വെച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ നാളെ ഇവിടെ പൊങ്കലാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ്. പിന്നെ ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്. അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചുമോനെ കൊണ്ടുവന്നത്. പിന്നെ അവിടെ എല്ലാ ഡോഗ്സിനും ഒരേ സിറിഞ്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അച്ഛനും കൂട്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ എന്താ നമ്മൾ ബാംഗ്ലൂർ വണ്ടിക്ക് പോകണം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെയൊക്കെ അക്ഷയ സെൻറ്റർ പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വണ്ണാണേ. അപ്പോൾ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇതാണ്ടേ അവിടെ കുറേ കരിമ്പൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിയായിരുന്നു. കരിമ്പ്, കടല, സ്വീറ്റ് പൊട്ടാറ്റോ. അങ്ങനെ ഞങ്ങൾ കയറി ബാംഗ്ലൂർ വണ്ടിയിൽ കയറി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അവർ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നേ. അങ്ങനെ ആധാറൊക്കെ ശരിയാക്കി കിട്ടി. ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ബയോമെട്രിക്കും ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്ത് കിട്ടി. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട്, സ്കൂളിൽ നിന്നല്ല ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അതാ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസും കേക്കും മുട്ട പപ്സും അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ എന്തോ ഒരു വെറൈറ്റിയാണ്. കുറേ കേക്കും ബിസ്ക്കറ്റും കുക്കീസ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഡയറ്റിലുള്ളവരും ഡയറ്റൊക്കെ മറന്ന് ഇതൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ജാം റോള്, മറ്റേ റെയിൻബോ കേക്ക്, പിന്നെ ഒരു മുട്ട പപ്സ്, പിന്നെ അച്ചുമ്പിക്കും ഒരു മുട്ട പപ്സ് നമ്മൾ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ എന്താ പറഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചതാണ്. പിന്നെ ഇത് അമ്പലമാണ്. ഇത് മീനാക്ഷി അമ്മൻ ടെമ്പിളാണ്. നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ പഴയ വീട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ. അപ്പോൾ അത് വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ വേഗം അതൊക്കെ റെഡിയാക്കി തന്നു. ഇതാണ് വാച്ച്. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിട്ട് എൻ്റെ പട്ടിഷോയാണ്. എനിക്ക് വാച്ച് ബാഗ് ഇതിലൊക്കെ കുറച്ച് ക്രേസ് കൂടുതലാണ്. അപ്പോൾ ഇത് ട്രെൻഡ്സ്, പോപ്പൈസ്, KFC ഒക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് മുടി വെട്ടാണ്ടായിരുന്നു. കുറേ നാളായി ഞാൻ മുടി വെട്ടണമെന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഇന്ന് ഫൈനലി മുടി വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റിലായിരുന്നു കേട്ടോ. എനിക്ക് പൊക്കം ഇല്ലാഞ്ഞിട്ടായിരിക്കും എനിക്ക് കഴുത്ത് നല്ല വേദന എടുത്തു. പിന്നെ ഇതാ മുടിയൊക്കെ ഈ പുകയിട്ട് വലിച്ച് ഒരു സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ എൻ്റെ മോന്ത ഇരിക്കുന്നത് കണ്ടില്ലേ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കാൽപ്പിലോട്ട് വെക്കുമ്പോൾ ചെറുതായിട്ട് പൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ട് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചേച്ചി. പിന്നെ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കളറൊക്കെ ചൂസ് ചെയ്യാൻ പറഞ്ഞ് ചൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ മുടിയൊക്കെ വെട്ടിയതല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റയിലിടാനും സ്റ്റോറിക്ക് ഇടാനൊക്കെ എടുത്തു. അങ്ങനെ അവർ കളറൊക്കെ അടിക്കുന്നു. ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഞാനൊരു കാരമൽ ബ്രൗണാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മുടി അവസാനം സ്റ്റൈൽ ചെയ്തു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി.